നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്, ശ്രീമാൻ അലി ഹസൻ സാർ. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് വന്നതാണ്. അലി ഹസൻ സാറ് ഒരുപാട് മാനുഷികമായിട്ടുള്ള ആത്മീയ സിദ്ധികളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഈ സിദ്ധികളെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയില് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എൻ്റെ വോയിസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിചാരിതമായിട്ടാണ് അലി ഹസൻ സാറെ കണ്ടത്. അന്ന് ഈ ക്യാമറയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോഴാണ് ഇത്രയും വലിയ ഒരുപാട് നമുക്കൊക്കെ പഠിക്കാനുള്ള ഒരുപാട് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആളാണ് എന്ന് മനസ്സിലായത്. ഇപ്പൊ ഒരു ദിവസം എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം, അത് എല്ലാവരിലേക്ക് എത്തണം, അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അപ്പൊ ആ വാഗ്ദാനത്തിന്റെ അതിന്റെ ആവശ്യത്തിന്റെ ഇതായിട്ടാണ് സാറിന്ന് ഇങ്ങോട്ട് പാലക്കാട് വന്നിരിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഈ ലോകം മുഴുവൻ അറിയേണ്ട ചില അനുഭവങ്ങളാണത്. അപ്പോ അത്രയും പ്രാധാന്യമുള്ളതാണ്. ഒരു പക്ഷേ വീഡിയോ ചിലപ്പോ കുറച്ച് നീണ്ടു പോയേക്കാം, പക്ഷെ എന്നാലും അതിലെല്ലാത്തിലും ഓരോ വാക്കിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും നമുക്ക് അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോ പരമാവധി അത് വീഡിയോ മുഴുവൻ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പൂർണ്ണത എത്തുക. അപ്പോ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൽ തന്നെ നമുക്ക് നേരിട്ട് കേൾക്കാം. അലി ഹസൻ സാർ, സ്വാഗതം. അപ്പോ നമുക്ക് ഇന്നിൽ നിന്ന് തുടങ്ങാം. ഇപ്പോഴുള്ള സാറിന്റെ ഒരു അവസ്ഥയും ഈ അവസ്ഥയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇത് എങ്ങനെയാണ് തുടക്കം, അതിന്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് പോകാം. അപ്പോ സാർ നമ്മൾ പരിചയപ്പെടുമ്പോ, ഫോണിൽ കൂടെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് വരികയാണ്. ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ ഒരാളെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവരുടെ ഇങ്ങനെ ഇതായിട്ട് വരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോ വൈദ്യത്തില് സാർ വൈദ്യം ചെയ്യുന്നതാണല്ലോ, അപ്പൊ പല ഇൻഡ്യൂഷനായിട്ടാണ് മരുന്ന്, രോഗം, ഒരാളെ കാണുമ്പോൾ അയാൾക്കുള്ള രോഗം, അതിനുള്ള കൊടുക്കേണ്ട സിദ്ധ മരുന്നുകളുടെ കോമ്പിനേഷൻ, ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അപൂർവമായിട്ടുള്ള സിദ്ധികൾ തന്നെയാണ്. ആത്മീയ സാധനങ്ങളിൽ മുഴുകി ഒരു ലെവലിൽ എത്തുന്നവർക്ക് ഉണ്ടാകുന്ന സിദ്ധികളാണ് ഇത്. കാര്യമായ ആത്മീയ സാധനം ഒന്നും ചെയ്യാതെ സാറിൽ അത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആത്മീയ സാധനയാണ് എന്നറിയാതെ സാറ് നിരന്തരം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വലിയ ആത്മീയ സാധനമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു കഥ, ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോ സാറ് മനസ്സ് തുറന്ന് എല്ലാ അനുഭവങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കണം എന്നാണ് എനിക്ക് പറയാറ്. ഒന്ന് തുടങ്ങാം. ആളുകളെ കാണുമ്പോ ഇപ്പോ നമുക്ക് സാധാരണ തന്നെയാണ്. കുറച്ച് ചെറുപ്പത്തിലൊക്കെ പെട്ടെന്ന് ആളെ കാണുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഒരാളെ കാണുമ്പോ തന്നെ ആള് ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, വരാൻ പോണ കാര്യങ്ങൾ, അങ്ങനത്തതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ മരുന്നിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവം അങ്ങനെയാണ്. രോഗികൾ അങ്ങനെ ആരെയൊക്കെ വരുമ്പോ ചിലപ്പോ മനസ്സിൽ വല്ലാതെ ഇവര് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സങ്കടം വരും. അത് അവരെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് പൈസ ഇല്ലാത്ത ആളുകളായിരിക്കും, അത്രയും ബുദ്ധിമുട്ടിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടൊക്കെ ചില ആളെ കാണുമ്പോ തന്നെ പെട്ടെന്ന് സംഗതി മനസ്സിലാവും. ഓല് വരുമ്പോ തന്നെ ഞാൻ ചോദിക്കും, ഇങ്ങനെ ഉണ്ടോ സംഭവം. അപ്പൊ അതിന്റെ മരുന്നുകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോ അത് അങ്ങനെ പറഞ്ഞു. അത് ചിലപ്പോ അപ്പോൾ തോന്നുന്ന ഒരു സംഭവമാണ്. അത് കറക്റ്റ് ആണെന്നുള്ളത് പിന്നെ ഞാനൊന്ന് ഒന്നുകൂടി നോക്കും, പുസ്തകങ്ങൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോഴും ഇതേ സംഭവം ഇയാളുടെ ഇതിൽ കാണും. ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അത് കാണും, ലക്ഷണങ്ങൾ. ഇനിയിപ്പോ മരുന്നാണെങ്കിലും എടുത്ത് നോക്കുന്ന പുസ്തകം ഈ രോഗത്തിന്റെ മരുന്ന് നോക്കിയാൽ തന്നെ അത് കാണാം. അപ്പൊ പിന്നെ അങ്ങനെ നോക്കുമ്പോ അങ്ങനെ കാണുന്നത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അത് വേഗം അത് പറഞ്ഞു കൊടുക്കും. അതിപ്പോ ഒരു ആള് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ കൂട്ടിലങ്ങാടിയിൽ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ ജ്യേഷ്ഠനാണ്, അപ്പൊ മൂപ്പര് ഗൾഫിലാണ്, എന്താ ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവിടെ അപ്പൊ ഖുർആനുണ്ട് അവിടെ ഇരിക്കണേ. അപ്പൊ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ആൾ വന്നത്. പിന്നെ
ചോദിച്ചത്. അപ്പൊ എന്താ ഗൾഫിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്കപ്പോ അത് അറിയില്ല അയാൾക്ക് എന്താ ചെയ്യേണ്ടത്. സാർ അപ്പൊ നാട്ടിലാണ് ഇവിടെ? ഞാൻ നാട്ടിലാണ്. അപ്പൊ എന്റെ അടുത്തൊക്കെ ക്ലിനിക്കിന്റെ അവിടെ കൂട്ടലും കണ്ടില്ല. അപ്പൊ അങ്ങനെ എന്താ ചെയ്യാന്നറിയില്ല. അപ്പൊ മൂപ്പരും കുറെ വിഷമിച്ചു, ഞാനും കുറെ വിഷമിച്ചു, എന്താ ചെയ്യാൻ അറിയില്ല. അപ്പൊ പിന്നെ അവിടെ ഓതിന്ന് ഖുർആൻ അവിടെ ഇട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ മറിച്ച് പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇതിലെന്തുണ്ടോ നോക്കട്ടെ. അങ്ങനെ നോക്കി നിങ്ങളൊന്ന് മറിച്ച് തന്നെ. അപ്പൊ മൂപ്പരൊന്ന് മറിച്ച് നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ, ചിലപ്പോ അതിലുണ്ടെങ്കിൽ അതേമാതിരി ചെയ്യാറ്. അപ്പൊ അതിലിങ്ങനെ വായിച്ചു നോക്കിയപ്പോ അങ്ങനെയുണ്ട്. നീ കടലിൽ പോയി കുളിച്ചാൽ മതിയാണ്. ഖുറാനിൽ അതുണ്ട്, ആ ഭാഗമുണ്ട്. അപ്പൊ അങ്ങനെ കടലിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ശുദ്ധിയാക്കുന്ന ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഉപ്പുവെള്ളം അല്ലെങ്കിൽ കടലിലോ പോയി കുളിക്കണം. കടലിൽ പോയി കുളിക്കലാണ് ഏറ്റവും ഉത്തമം. അത് കുറെ സ്ഥലത്ത് അങ്ങനെ ചെയ്യണം, ഒരു സ്ഥലത്ത് പോരാ. അങ്ങനെ കുറെ സ്ഥലത്ത് ചെയ്യണം. ഒരു 7 സ്ഥലത്തെങ്കിലും അങ്ങനെ പോയി കണ്ട് കുളിക്കണം. അപ്പൊ അവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ അവിടെ ഇങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ വാങ്ങി നിൽക്കണൊക്കെ ഉണ്ട്. സംഭവം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സ്ഥലത്തിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്, അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലം ഉണ്ട്. എന്നാ അവിടെ പോയി കുളിക്കണം പറഞ്ഞു. അതാണ് അവന്റെ റോഡ്. അത് ആള് പോയി കുളിച്ചുകൊണ്ട് പോയാൽ മതി, ഇനി പൈസയും ചെലവാക്കേണ്ട അവസ്ഥ. ഒരു 7 പോയി കുളിച്ചാൽ അപ്പൊ ശരിയായി. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും ചില ആളുകളിലേക്ക്. എപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത്? ഇതിന്റെ ഒരു എന്തെങ്കിലും ഒരു കാരണമില്ലാതെ സാധാരണ ഒരു മനുഷ്യന് പലതരത്തിൽ ഇത് ഉണ്ടാവാം. ഒന്നാമത്തെ ജന്മസിദ്ധമായിട്ട് തന്നെ ഉള്ളിലെ ഈ കഴിവുകളുമായിട്ട് ജനിക്കുന്നവരുണ്ടാവാം. ചിലർ സാധനയിലൂടെ നേടിയെടുക്കും. അങ്ങനെ എന്തെങ്കിലും സാധന ചെറുപ്പം മുതൽക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ സിദ്ധികൾ ഉണരാൻ എന്തെങ്കിലും ഒരു കാരണം പറയാൻ? സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. സാധനമല്ല അല്ലെ? പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്ന കുടുംബങ്ങളല്ല എന്നത്. എന്നാ ഇതൊക്കെ അറിയാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. സാധന പോലെയുള്ള സംഭവം, സാധന പോലെ. ഇപ്പൊ ഇതിനെ പറ്റി ഇപ്പൊ ഗുരുക്കളെ പോലത്തെ ആളുകളൊക്കെ എന്നോട് യൂട്യൂബിലൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ കേൾക്കുന്നു. അപ്പൊ സാറിനെ പോലത്തെ ആൾക്കാരെ അതേപോലുള്ള കുറെ ആളുകളൊക്കെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അന്ന് ചെയ്തിരുന്നത് അറിയാതെ ആണെങ്കിലും അത് സാധനയുടെ രീതികളായിരുന്നു. യോഗന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ഈ കുട്ടിക്കാലത്ത് കളിക്കുമ്പോ തലകുത്തനും മൂലൊക്കെ നിൽക്കും, കോർണറിൽ നിൽക്കും. അതുപോലെ കാല് ഇങ്ങനെ വെച്ചിട്ട് യോഗികളൊക്കെ ഇരിക്കുമല്ലോ, ആ പോസ്റ്ററിൽ ഇങ്ങനെ കാലിന്റെ 2 ഭാഗം പോസ്റ്ററിന് ഇങ്ങനെ ആക്കിയിട്ട് ഇതേ ഇരുത്തോ അടിയുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കണം. അതൊക്കെ നമ്മളൊരു കളിയല്ലോ, കണ്ടെത്താൻ ചെയ്യുന്നതാണ് ആ കളികളാണ്. അങ്ങനെയുള്ള കുറെ യോഗാസനത്തിന്റെ കുറെ കളികളുണ്ട്. ആ കളികൾ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. സ്വയം ഇങ്ങനെ തോന്നുന്നതാണ്. അത് കളികളായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യും. അത് കുറച്ചു നേരം അല്ല ചെയ്യുക, അങ്ങനെ കുറെ നേരമൊക്കെ അങ്ങനെ ചെയ്യും. അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ ഈ മൂലാധാര ചക്ര, അതിന്റെ മന്ത്രം, അങ്ങനെ ഓരോരോ അനാഥ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ മന്ത്രം ഉണ്ടാവുമല്ലോ. ഈ ലം ലം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള്, ഈ ഡം 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 എന്നൊക്കെ. ഇത് സാധാരണ എല്ലാ കുട്ടികളും അങ്ങനത്തെ സൗണ്ടുകൾ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഈ സാധനം തുടങ്ങിയാല് നേരം വെളുത്താൻ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇതിനെ കയറാൻ പഠിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ചെല്ലും. അങ്ങനെ അതന്നെ കളി. അങ്ങനത്തെ കളികളൊക്കെ ഉണ്ട്. ചില ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാ അല്ലെ. അപ്പൊ ഈ പറഞ്ഞ മൂലമന്ത്രങ്ങളിലുള്ള ഈ സാധനങ്ങൾ ഫുള്ള് ഇതൊക്കെ ഞാൻ ചെറിയ കുട്ടിയായി നടന്നിട്ടോ ചെയ്തിരുന്നാണ് ഈ സംഭവം. അങ്ങനെ ഈ യോഗാസനങ്ങൾ അങ്ങനത്തതൊക്കെ ഇതൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ മനസ്സിൽ വെറുതെ അങ്ങനെ ഓരോരോ കളി, ഈ മൂലയിലൊക്കെ പോയി തല കുത്തനെ നിൽക്കും, അങ്ങനെയുള്ള പല സംഭവങ്ങളും. അതുപോലെ കുട്ടികള് ഓടിച്ചാടി കളിക്കുമ്പോ താങ്കൾക്ക് ഉണ്ടായത് ഇങ്ങനെയുള്ള കളികൾ. അതേമാതിരി പർവ്വതാസനം പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ യോഗയിൽ, ഇപ്പൊ ഈ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സാധനം ഞാൻ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കളിയാണ്. അങ്ങനെ പല കളികൾ. അങ്ങനെ മത്സ്യാസനം, അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പിന്നെ ചിലതിനും പേര് എനിക്കറിയില്ല. ഇവിടെ പിടിച്ച് ഇത് മാത്രം വെച്ചിട്ട് ആദ്യം പൊന്തി നിൽക്കും, അങ്ങനെ അങ്ങനെ നിൽക്കുക. സർവാംഗാസനം, അതിന്റെ പേരറിയില്ല ആ സാധനമൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ യൂട്യൂബിൽ ഇങ്ങനെ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ട്, ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അന്ന് അങ്ങനെയൊക്കെ കാട്ടിയതിനുള്ള ഓരോരോ ഫലങ്ങളായിരിക്കും, അതിന്റെ result ആണ് ഇപ്പൊ. റിസൾട്ട് ആയിരിക്കും എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അതിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ട്. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ടല്ലോ. ഈ ചെയ്യാൻ തോന്നുന്ന തന്നെ ഇപ്പൊ യോഗ ശാസ്ത്രപ്രകാരം നമ്മൾ എങ്ങനെ ഒരു കുട്ടി സ്വയം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യോഗശാസ്ത്രപ്രകാരം അതിന്റെ ഒരു നിഗമനം എന്താ വെച്ചാല് കഴിഞ്ഞ ജന്മങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിച്ച ഒരു ആത്മാവ് പുനർജനിക്കുമ്പോ അത് ഓരോ സമയത്തും അത് ഉള്ളിൽ നിന്ന് ആ പുതിയ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതാണ് യോഗശാസ്ത്രപ്രകാരമുള്ള സിദ്ധാന്തം. ഒരു പക്ഷെ അതായിരിക്കാം. അതുപോലെ ഈ സംഗീതം എന്ന സംഭവം, ഈ പിയാനോ ഉണ്ട്. ഈ പിയാനോന്റെ സൗണ്ട് ഞാന് ഈ പിയാനോന്റെ ഫോട്ടോ മാത്രമേ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളൂ. അന്നിപ്പോ വളരെ അപൂർവമാണല്ലോ ഇലക്ട്രോണിക്. പിന്നെ അതിന്റെ സൗണ്ട് എന്താന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ റേഡിയോയില് അതിന്റെ സൗണ്ട് കേൾക്കുക എന്നല്ലാതെ അന്ന് ടി വി കാര്യങ്ങളൊന്നും ഇല്ല. മ്യൂസിക് കേൾക്കും, റേഡിയോയില് കേൾക്കും, റേഡിയോ ഉണ്ട്, അതില് കേൾക്കും. പക്ഷെ ഈ സൗണ്ടുകൾ ഞാൻ കളിക്കുമ്പോൾ ഇതിന്റെ സൗണ്ടുകൾ ഈ സരിഗമ പദനിസ ഈ സൗണ്ടുകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. അത് ഈ പിയാനോ വായിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ഇതിന്റെ കുഞ്ഞാമ്മയൊക്കെ ചോദിക്കും, കുഞ്ഞാമ്മക്ക് ഗൾഫിലൊക്കെ പോയി വന്നാവാം, അപ്പൊ ഓൾക്ക് അറിയാം ഇങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നാണ്. എവിടുന്ന ഈ പിയാനോ വായിക്കുന്നത്? വായ കൊണ്ടാണ് വായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് പിയാനോയിലത്തെ സ്വരങ്ങളാണ്. അത് സ്വരങ്ങൾ. അതെടുത്ത് ഇങ്ങനെ വായിക്കും. അതിന്റെ പിയാനോ ഉണ്ടായി. എവിടെ വെച്ചാൽ കാണിച്ചെന്നാ വെച്ചാൽ കാണിച്ചു തരൂല. അപ്പൊ ഉമ്മ പറഞ്ഞു ഓന്റെ പിയാനോ തൊള്ളയിലാണ്. ഈ സംഗീതം ഒക്കെ ഈ യോഗ സിദ്ധാന്ത പ്രകാരം തന്നെ ഈ ജ്ഞാനുണ്ടല്ലോ, വൈദ്യം, സംഗീതം, ജ്യോതിഷം, ഈ ആത്മീയ സിദ്ധികളായിട്ടാണ് ഇത് എല്ലാം കൂടി വരും. ഈ സിദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ അവഗാഹം വരും. ഇനി വൈദ്യത്തിൽ എങ്ങനെയാ വെച്ചാൽ ഞാൻ എന്തെങ്കിലും മരുന്ന് ഒരാൾക്ക് ഇട്ടു കൊടുത്താല് എനിക്ക് അറിയുന്നില്ല. ഒരാൾ മരുന്ന് കുടിക്കുന്ന ഒരാൾക്ക് ആ മരുന്ന് കുടിച്ചോളി പറഞ്ഞാൽ മരുന്ന് ഇട്ടു കൊടുത്താൽ അയാൾക്ക് അത് പെട്ടെന്ന് ഫലം ചെയ്യും. അതിപ്പോ ചെറുപ്പത്തിന് അങ്ങനെ ഉണ്ട്, ഫലം ചെയ്യും, പെട്ടെന്ന് ഫലം ചെയ്യും. അത് എന്ത് മരുന്ന് കൊടുത്താലും ഡോക്ടർ എഴുതിയ മരുന്നേ കാരണം നമ്മൾ എടുത്തു കൊടുത്താൽ നമ്മൾ കുടിച്ചോളി പറഞ്ഞാൽ എടുത്തു കൊടുത്താൽ അതിന് അപ്പൊ ഭയങ്കര ഫലമാണ്. ചെറുപ്പത്തിലെ ലൈസൻസ് ഇല്ലാതെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ അതിന് ഫലം ഞാൻ വരുന്നുണ്ട്. അത് ചില ആൾക്കാർ പറയലുണ്ട്, നല്ല ഒരു സാറ് കിട്ടിപ്പോന്നൊക്കെ പറയലുണ്ട്. അങ്ങനെയുള്ള അപ്പൊ ആളുകൾ വെറുതെ മരുന്ന് വാങ്ങിയിട്ട് കയ്യിൽ തന്നിട്ട് ഒന്ന് തരാം. അത് വീട്ടുകാര് ഉമ്മാക്കോ അല്ലെങ്കിൽ പൊങ്ങന്മാര് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സംഭവിച്ചാലൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ വളരെ ഫലം ചെയ്യും. അതുപോലെ എന്റെ കൂട്ടുകാരന്മാർ ഇങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ തൊട ഒന്ന് വീഞ്ഞെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫലം ചെയ്യും. ആ വേദന പോവും. അങ്ങനെ അത് വേദന പെട്ടെന്ന് അതിന് ഫലം ചെയ്യും. അങ്ങനെ ഇത് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മളെ തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അന്നും ഇങ്ങനെ നിരീക്ഷിക്കും ഞാനെന്നല്ലോ എല്ലാ കാര്യങ്ങളും. നിരീക്ഷിക്കുമ്പോ അന്ന് തന്നെ കുറെ ചിലതൊക്കെ മനസ്സിലാക്കുന്നു. ഒരു കുട്ടിയാണെന്ന് ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ചെറുപ്പം മുതൽ തന്നെ. അതേമാതിരി വേറെ ചില സംഗതികളൊക്കെ ചെറുപ്പം മുതലത്തെ ചില കാര്യങ്ങൾ ഇപ്പൊ ജനങ്ങളോട് പറയാൻ പറ്റൂല. അതല്ലേ, ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത ചില ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതെങ്ങനെ തുടങ്ങുന്നത്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതിന്റെ ഒരു കാരണം എന്തായിരിക്കും? കാരണം തല്ലാണ്, അടിയാണ് കാരണം. ആരാണ് ഇങ്ങനെ അടിക്കുന്നത്? അടി എന്ന് പറഞ്ഞാല് ഞാൻ 4 വരെ സ്കൂളിൽ പഠിച്ച് നാട്ടില് പാങ്ങില്, നാട്ടിൽ തന്നെ അല്ലേ? അതെ, മലപ്പുറം പാങ്ങില്. അങ്ങനെ 4 തോറ്റ്. അപ്പൊ മദ്രസയിലും തോറ്റ്, സ്കൂളിലും തോറ്റ്. ഇതിലും തോൽക്കലില്ല. മറ്റേ കുട്ടികളും തോൽക്കൂല, ഒക്കെ ജയിച്ചു പോകും. പിന്നെ തീരെ എഴുതാനോ എന്തെങ്കിലും ഒരു സാധനം വായിക്കാനോ അറിയാത്ത കുട്ടികൾ വരെ ജയിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലപ്പോ ഈ തോൽവി സ്ഥിരമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇതിന്മൊരു കളി നടന്നേക്കണം, എന്തോ സംഭവം. പിന്നെ തോൽക്കാനുള്ള സാധ്യത ഇല്ലാത്ത ആളാണ്. തോൽക്കാൻ സാധ്യതയില്ല, പക്ഷെ തോറ്റുപോയി. തോറ്റുപോയി. പിന്നെ തോൽക്കാൻ കാരണം ഞാനൊന്നും പഠിക്കൂല.
പഠിക്കുക ഉമ്മ പറയുമ്പോ അടിക്കും, പഠിക്കാനും എഴുതാനും പറഞ്ഞിട്ട്. അപ്പൊ ഈ പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ ഉസ്താദ് പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും അത് ആ പറയുമ്പോ പഠിഞ്ഞു റെക്കോർഡായി. പിന്നെ ഇത് പഠിക്കാൻ രണ്ടാമത് പഠിക്കാൻ തോന്നില്ല. അപ്പൊ എന്താണ് പെരേന്ന് ഇത് പറഞ്ഞാലും കുറെ കല്ലാണ്ട് കിട്ടുമ്പോ അപ്പൊ എഴുതും വായിക്കും ചെയ്യുന്നല്ലാതെ നമ്മളെ സ്വയ ഇഷ്ടത്തിന് ഇരുന്ന് പഠിക്കുന്ന പരിപാടി പഠിക്കില്ല. അപ്പൊ അത് പെട്ടെന്ന് അപ്പൊ അത് ഇന്റെ കാരണം എന്നതാണ് നമുക്ക് അറിയില്ല, എനിക്കും അറിയില്ല ഇത് ഇന്നതാണ്. ഞാനും ഈ പഠിക്കാതെ വെക്കണതിന്റെ കാരണം എനിക്ക് ഇതേ അനുഭവം ഉണ്ടായിരുന്നാണ്. അറിയില്ല. അപ്പൊ അതിൽ കിട്ടുമ്പോ പക്ഷെ എല്ലാത്തിനും മാർക്ക് കറക്റ്റ് ചെയ്യാം, നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ മാർക്ക് വരെയൊക്കെ ഉണ്ടായിട്ട് ഞാൻ തോറ്റു. തോൽക്കാൻ പിന്നെ കാരണം എന്റെ പെരേന്ന് പറഞ്ഞതാണ്. അന്ന് അങ്ങനെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർമാരെ എടുത്ത് പോയിക്കാണ്ട് നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കുമ്പോ കുട്ടീനെ ഉസ്താദിന്റെ അടുത്തൊക്കെ പോയിക്കാണ്ട് നല്ല തച്ചാണ് പഠിപ്പികളാണ്. അങ്ങനെ രക്ഷിതാക്കൾ പറയുന്ന ഒരു സ്വഭാവം അന്ന് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ആരും വിശ്വസിക്കുക അങ്ങനെ ഉണ്ട് എന്നാല്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ മദ്രസിലെ എല്ലാ രക്ഷിതാക്കളും അങ്ങനെ ചെയ്തു. അവനെ നല്ല തല്ലുകൊണ്ടിട്ടാ നല്ല തച്ചാണ് പഠിപ്പിച്ചുകൊണ്ടി എന്ന് പറയും. പക്ഷെ ഇന്ന് ചെയ്തത് തല്ലലത്തകല, അവനെ തോൽപ്പിക്കണം എന്നാണ് ഞാൻ എഴുതി കൊടുത്തു മദ്രസക്കും സ്കൂൾക്കും. അത് അന്ന് ഞാൻ അറിയില്ല കേട്ടോ. അത് പിന്നെ ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായത്. എഴുതി കൊടുത്തിട്ട് തോൽപ്പിച്ച എഴുതി കൊടുത്ത് തോൽപ്പിച്ച. അപ്പൊ ഇന്റെ ഒപ്പം ഇരിക്കുന്ന സീതാൽകുട്ടി അറിയും, ഒപ്പം ഇരിക്കുന്ന സുഹൃത്ത് ക്ലാസ്സില് മദ്രസയിലും സ്കൂളിലും ഒക്കെ. അപ്പൊ അവന്റെ അടുത്താണ് ഒന്നും പഠിക്കാത്ത ആളാണ്, അവന്റെ അടുത്താണ് എഴുതി കൊടുക്കുക. എന്നിട്ട് അവൻ ഉസ്താദിനെ കൊണ്ടുപോയി കൊടുത്തു. അതെ ഞാൻ കാണാതെ കൊടുത്തതൊക്കെ. അതേപോലെ ടീച്ചറിനും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ സ്കൂളില് നമ്മളെ അടുത്ത ഉപ്പാന്റെ ഉപ്പാന്റെ ഒരു സുഹൃത്തുണ്ട്, അയൽവാസിയാണ്. മൂപ്പര് സ്കൂളത്തെ ഒരു മാസാണ്, കുഞ്ഞമാസി. നല്ല മനുഷ്യനാണ് കേട്ടോ. എല്ലാവരും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മനുഷ്യൻ. ഇപ്പൊ റിട്ടയർഡായി, നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പൊ മൂപ്പരൊക്കെ സ്വാധീനത്തിൽ എങ്ങനെയാ തോൽപ്പിച്ച് ഞാൻ തോറ്റു. തോറ്റ്. അതിന്റെ പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടാവും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് സീതാൽകുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്, അന്നെ തോൽപ്പിച്ചതാണ്. മദ്രസയിലും സ്കൂളൊക്കെ നിന്റെ തോറ്റിട്ട് പഠിത്തം നിർത്തിയോ? പഠിത്തം തോറ്റിട്ട് നിർത്തിയല്ല, തോറ്റിട്ട് പിന്നെ രണ്ടാമതും പോയി സ്കൂളിൽ തന്നെ പോയി. സ്കൂൾ പോയി. പിന്നെ 4ലല്ലേ, തോറ്റിട്ട് പോവാതിരിക്കില്ലല്ലോ, പോയി. പിന്നെ കുറച്ച് ജയിച്ചതിന്റെ ശേഷം പിന്നെ ജയിച്ചു. അടുത്ത കൊല്ലം ഇരുന്ന് ജയിച്ചു. 5ൽ എത്തിയതിന്റെ ശേഷം 5ൽ കുറച്ചാലും പഠിച്ചപ്പോൾ പിന്നെ ഗൾഫിൽ പോയി. എല്ലാവരും കൂടി ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഗൾഫിൽ പോയി. അപ്പൊ ഞങ്ങൾ 3 ആണും 3 പെണ്ണും. അന്ന് എല്ലാവരും ഇല്ല. ഇന്ന് എന്റെ പെങ്ങളാണ് മേലുള്ളത്, പിന്നെ താഴെയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ 5ാം ക്ലാസ് 10 വയസ്സ് 11 വയസ്സായില്ലേ. അപ്പൊ ഒരു ക്ലാസ് തോറ്റതുകൊണ്ട് അപ്പൊ 11 വയസ്സ്. ഈ 11 വയസ്സുള്ള കുട്ടീനെ സ്കൂളിൽ ചേർക്കില്ല. കാരണം 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റില്ല, LKGയിലോ UKGയിലോ എടുക്കാൻ പറ്റില്ല, എന്നാൽ 5ൽ ഇരുത്താൻ പറ്റില്ല. കാരണം അവിടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിയോ അറിയണം. ഞാൻ മലയാളം മീഡിയം പഠിച്ചത്. അപ്പൊ അവിടെ രണ്ടും അറിയാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. എന്റെ താഴെ ഓൽക്കൊക്കെ പഠിക്കാം, അപ്പൊ പെങ്ങൾക്കും പഠിക്കാൻ പറ്റില്ല. പെങ്ങൾക്ക് പിന്നെ പിസയില. നമ്മളെ വീട്ടില് സ്ത്രീകൾ വല്ലാതെ പഠിക്കില്ല, മൂല്യന്മാരെ കുടുംബമാണ് സ്ത്രീകളെല്ലാം അങ്ങനെ. അപ്പൊ ഓൾറെഡി നമ്മളെ കുടുംബത്തിൽ ഏറ്റവും വലിയ പഠിപ്പുള്ള ആളിന്റെ പെണ്ണാണ്, അങ്ങനെ 7ാം ക്ലാസ് വരെ. അതുകൂടി ആ സ്കൂള് കഴിഞ്ഞ് ചെയ്ത് ഇനി അടുത്ത ഹൈസ്കൂൾ വേറെ സ്കൂൾ പോയിട്ടാണ്. അപ്പൊ ഓൾഡ് അത്ര മതി. ഇനിയിപ്പോ കുഴപ്പമില്ല, കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പോയി, കുഴപ്പമില്ല. ഒരിക്കലും ഇനി ഇട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ദുഃഖം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂള് ഇതൊക്കെ നഷ്ടപ്പെട്ടതിലുള്ള ഭയങ്കര അമർഷം, ദേഷ്യം, ആ സംഗതികളുണ്ട്. പിന്നെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടതിനുള്ള അതുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ചെറിയ റൂമുമായുള്ള റൂമിന്റെ ഉള്ളിൽ 4 കള്ളി തിരിച്ചാനുള്ള ഒരു വീട്, അങ്ങനെയുള്ള അതിലാണ് താമസം എല്ലാവരും കൂടി. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ സ്ഥലമില്ല. ഗൾഫിലെല്ലാവരും ജീവിതം അങ്ങനെ ആയിരിക്കും. ഗൾഫില് ചെറിയൊരു സ്ഥലത്താണ് താമസം. അത് പള്ളിന്റെ വകയുള്ള ഒരു റൂമാണ്. പള്ളിയിലാണ്, ഇപ്പൊ പള്ളിയിലാണ് പണി.
അവിടുന്നാണ് അപ്പൊ ഇത് ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നില്ല. അവിടുന്ന് ലക്ഷണങ്ങളല്ല, അവിടുന്ന് തല്ലാണ്. തല്ലാണ്. അവിടെ തല്ലത് ഉസ്താദാണോ? ഉസ്താദല്ല, എപ്പനെ. ഫാദറാണ്. ഫാദറാണ്. അത് ആണ് തല്ലാന്ന് വെച്ചാൽ ഞാൻ പുറത്തു പോകും. അവിടെ പുറത്തു പോയ പള്ളിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പള്ളിനോടനുബന്ധിച്ചൊരു വീട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞാല് 5 വത്തിന് പള്ളി ഉണ്ടാവും. ഈ 5 വത്തിന് പനവും പള്ളിയേക്ക് പോയാൽ വരിക. ഇതാണ് എന്റെ പണി. വേറെ പണികളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് സ്കൂളത്തെ കാര്യങ്ങളും പാറസത്തെ കാര്യങ്ങളും ഇപ്പൊ മിക പഠിപ്പിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ഓരോ വകയായിട്ട് വെറുതെ പഠിപ്പിക്കും. നേരം ഞാൻ വെറുതെ എഴുതിക്കുക. എന്തെങ്കിലും പണി ചെയ്യട്ടെ, പണി ചെയ്തിട്ട് ഒരു പണി ഇങ്ങനെ തരിക. പിന്നെ അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓതലായി. ഏതേരത്ത് ഓദിക്കും. എപ്പോ നോക്കിയാലും ഓതി മടുത്തിയാണ്. അടി എന്തിനായിരുന്നു? അടിന്റെ കാരണം പറഞ്ഞുതരാം. അടി നമ്മള് ഗൾഫിൽ പോയാല് അവിടെ അറബി കുട്ടികള്, ഈ കുട്ടികള് എല്ലാ വിദേശികളെയും തല്ലും. അതൊരു സ്വഭാവം. ഓരോ മൊത്തത്തിലുള്ള കുട്ടികള് അല്ലെ ക്ലാസ്സില്? ഈ നാട്ടിലുള്ള, ഞാൻ സ്കൂളിൽ പോണില്ലേ. നാട്ടിലുള്ള കുട്ടികൾ തല്ലും. അവിടെ ഞാൻ സ്കൂളിൽ പോണില്ല, എന്നെ ചേർക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഉപ്പാന്റെ കുഴപ്പമല്ല, ആരും കുഴപ്പമില്ല. കാരണം അവിടെ ഇപ്പൊ ഒരു 1ാം ക്ലാസ്സില് 5 വയസ്സുള്ള കുട്ടീനല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. ഒരു 10-20 വയസ്സുള്ള ആളെ 1ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ലല്ലേ. അപ്പൊ ആ വയസ്സിന്റെ പ്രശ്നം കൊണ്ടുള്ള അപ്പൊ എന്ത് ചെയ്തു അവിടെ? അപ്പൊ എന്നെ പഠിപ്പിച്ചില്ല. എന്റെ 5നെ താഴെയുള്ളവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ വരുന്നത് തല്ലും, അത് എല്ലാരും തല്ലും. അത് പള്ളിയിൽ വരുമ്പോഴാണ്. ആ പള്ളിക്ക് വരുമ്പോഴും പുറത്തേക്ക് ഇറങ്ങിയാലും ഒക്കെ തല്ലും. നാട്ടിൽ നിന്നാണ് അടി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അപ്പാടി. അത് വിദേശികളെ കണ്ടാലൊക്കെ മൊത്തത്തിൽ തല്ലും. അപ്പൊ ഞാൻ ഈ തല്ലിട്ടുമ്പോ ഇന്റെ ഉപ്പാക്ക് ഞാൻ തിരിച്ചു തല്ലുന്ന ഉപ്പാക്ക് അറിയാം. തല്ലുന്നറിയാം. പക്ഷെ ഞാൻ വീട്ടിലുള്ള ഈ പോക്കറ്ററൊക്കെ കാട്ടിയാലും പുറത്തു പോയി കണ്ട ആൾക്കാരായിട്ട് മാന്യത ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന പരിപാടിയാവും. അങ്ങനത്തെ ഒന്നുമില്ല. പെരീന്ന് ഡൊണേഷൻ പറയും, ഒച്ചമളി ഉണ്ടാക്കും, തല്ലുണ്ടാക്കും, കച്ചറ ഉണ്ടാക്കും ഒക്കെ ചെയ്യും. അതിനുള്ള അടി അവിടെ നിന്ന് കിട്ടും. അതിനുള്ള അടി ഇട്ടു. അതൊക്കെ നമുക്ക് അനിവാര്യമായതാണ്, വാങ്ങണം. അത് നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ലേ. മറ്റേതല്ല, നമുക്ക് അർഹതപ്പെടാത്ത അടി. ദീപമൊന്നുമില്ല. അത് ഒരു അറബി ചെക്കന്മാരെ നമ്മളെ വന്ന് തച്ചാല് നമ്മൾ തിരിച്ച് തല്ലാതിരിക്കാൻ വേണ്ടി അഡ്വാൻസ് ആയി നമുക്ക് 4 തരും. ഇജോലെ തച്ചിട്ടുണ്ടാവുന്നത് വീട്ടിൽ നിന്ന്. ഇജോലെ എന്തെങ്കിലും കാട്ടിട്ടുണ്ടാവും. അല്ലാതെ തന്നെ തല്ലൂല പറഞ്ഞാണ്ട് ചിലപ്പം പിടിച്ച് ചിരിച്ചും, അതല്ലെങ്കിൽ മണ്ട കഴിച്ചും, അല്ലെങ്കിൽ ഓരോ മുന്നിൽ തന്നെ ചെയ്യും. അത് അഡീഷണൽ ആയിട്ട് അത് ഈ അറബിയൊക്കെ പറ മുന്നിൽ നിന്ന് ചെയ്യും. അപ്പൊ എന്താ കുട്ടികൾ എന്താ വെച്ചാല് അവർക്ക് കുറച്ചും കൂടി വീര്യം കൂടും. അപ്പൊ ഇത് മുന്നിൽ ഓല് കുറ്റം ചെയ്തിട്ട് ഇന്നലെ ശേഷിക്കണത്. അപ്പൊ ഓൾക്ക് ഇതൊരു കൗതുകം. അപ്പൊ വീണ്ടും 2ാമത്തെ ടൈമിനും ഓല് ഇതേമാതിരി ചെയ്യും. അപ്പൊ ഓലിനെ കമ്പനിയോട് പറയും, ഇത് വേണം തച്ചാളെന്നോ അവന്റെ എപ്പ വേണം തച്ചോളും. ഓലിത് കൗതുകത്തിന് ചെയ്യാം. അപ്പൊ എനിക്ക് ചെക്കന്മാരും തല്ലുണ്ട്, പലരും തല്ലുണ്ട്. പിന്നെ ഇതൊന്നല്ലാതെ ഇതിന്റെ മുമ്പേ തല്ല് പെങ്ങളെടുത്ത് ആണ്ടും കൊണ്ടും തല്ലുണ്ട്. പെങ്ങൾ പിന്നെ തല്ലും, തിരിച്ചും തല്ലും. അത് ആണ്ടും കൊണ്ടൊക്കെ കുട്ടികൾ തമ്മിൽ എല്ലായിടത്തുള്ള മയത്തിട്ട് തല്ലുന്നുള്ളൂ. പിന്നെ ഈ ഉമ്മാന്റെ അടുത്തും തല്ലുണ്ട്. അതൊക്കെ ഞാൻ കുതിരാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇതിലൊന്നും പെടാത്തൊരു തല്ല് തല്ലല്ലോ ഈ പറഞ്ഞത്. കാരണം ഞാൻ പെങ്ങളെ തിരിച്ചു വെച്ചാല് ഇപ്പാന്റെ അതിന് അഡീഷണൽ എനിക്ക് മാത്രമായിട്ട് പെങ്ങൾക്ക് അടിയില്ല. അങ്ങനായി. അപ്പൊ എന്താ വെച്ചാല് എവിടെ പോയാലും അടിയല്ല. അപ്പൊ ഇവളിന്നെ അടിക്കല് കൂടി. എന്റെ പെങ്ങള് ഡെയിലി ഓളിനെ തിരിച്ചു തല്ലാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. തിരിച്ച് തച്ചാല് തച്ചില്ലെങ്കിലും ഒക്കെ പിന്നെ ഞാൻ ഓളൊന്നും കാട്ടില്ല. അപ്പൊ ഓളിനെ തല്ലും. തച്ചിട്ട് ഓൾപ്പാനറി ഓളിനെ തച്ചിങ്ങനെ അറിയും, നോണറിയും. അപ്പൊ അതിന് വേറെ കിട്ടും. അപ്പൊ എന്തൊരു ശീലായി. ഓള് ഇടക്കിടക്ക് ഓൾക്ക് എന്തെങ്കിലും ദേഷ്യം വന്നുള്ള കാര്യങ്ങളൊക്കെ തല്ലും. അപ്പൊ ഓളെ തല്ലാ ഒരു ഉപകരണം ചെണ്ട. അപ്പൊ ഓളായിട്ട് തല്ലും. അത് തിരിച്ചെല്ലാൻ പാടില്ല. പിന്നെ ഉമ്മ തല്ലും. ഓളെ ഞാൻ തിരിച്ച് തല്ലലുണ്ട്. ഇമ്മാപ്പിയൊക്കെ തല്ലുമ്പോ നമ്മള് കൊണ്ടിരിക്കാനുള്ളൂ. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും പറയാ, അല്ലെങ്കിൽ ഹസറുണ്ടാക്കാൻ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ മാതാപിതാക്കളും കുട്ടികളല്ലോ അയിപ്പെടുള്ളൂ. പക്ഷെ പെങ്ങളെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടയ്ക്ക് കൊടുക്കും.
പിന്നെ ഓളത് ഇതേമാതിരി ഡെയിലി തല്ലി തച്ച് അങ്ങനെ ഓളയ്ക്കുന്ന തല്ലുണ്ട്. പിന്നെ ചെക്കന്മാരെ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ഒരു തല്ലുണ്ട്. ഇപ്പാന്റെ ഇരുന്നത് കഴിഞ്ഞാൽ തല്ലുണ്ട്, ഇമ്മാന്റെ ഇരുന്നത് തല്ലുണ്ട്. ഈ 4 തല്ല് എനിക്ക് ഡെയിലി കിട്ടും. എപ്പോഴാണ് ഈ അടി വരിക എന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? ഇപ്പൊ ഫുൾ ടൈം അടി വരും. ഫാദറിന്റെ അടുത്ത് കിട്ടും. എപ്പോഴും വീട്ടില് പുറത്തിറങ്ങിയ അടിയുണ്ട്, കടയിലേക്ക് പോയ അടിയുണ്ട്, പുറത്തേക്ക് ഇറങ്ങി സൈക്കിൾ ടൈം കളിച്ചുമ്പോ അടിയുണ്ട്. എപ്പോഴും എല്ലാവരും തല്ല് കിട്ടുന്ന ഒരാളായി മാറി. കിടന്നുറങ്ങി നീച്ചാ പേടി, എണീക്കാൻ പേടിയാണ്. അങ്ങനെ ഫുള്ള് അടിന്റെ കാര്യമായതുകൊണ്ട് ഈ മനസ്സ് എപ്പോഴും പേടിയിൽ ഇങ്ങനെ നിന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഉറങ്ങാനും പറ്റുന്നുണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലെ? ഉറങ്ങുമ്പോഴൊക്കെ പേടിയിട്ട് അടി എപ്പോഴും കിട്ടുന്നുള്ള. കാരണം എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കും പെണ്ണത്. എന്നിട്ട് ഞാൻ ചെയ്താണെന്ന് പറയും. ഇത് വാപ്പ തിരിച്ചു വരുമ്പോഴാണ് ഇതിന്റെ അപ്പൊ ഞാൻ ചെയ്താന്ന് അറിയാം. അപ്പൊ നല്ല പൊട്ട് പൊട്ടിച്ചു. അങ്ങനെ ഇതിന്റെ ഏട്ടങ്ങാറായിട്ട് പിന്നെ ചില ദിവസത്തെ നല്ല കിട്ടും. പങ്ങായിരുന്നു ഉസാറായി കിട്ടി, ഇമ്മാനായിരുന്നു കിട്ടി. ഏറി വയറ് കേബിള് മറിച്ച് വെച്ചിട്ട് നല്ല കളരി അടിച്ചണമാതിരി അടിച്ചെന്നെ അടി കിട്ടും. പങ്ങായിരുന്നു ടേപ്പ് റിക്കാർഡിന്റെ വയറേറ്റ് നല്ല അടിച്ചിട്ട് ഇമ്മാനോട് പറഞ്ഞു, ഞാൻ അവളെ തച്ചിന്ന് പറഞ്ഞു, നീ ഇവളെ തല്ലൂല. പിന്നെ ഞാൻ ഈ സത്യം പറയും, പേടിയൊന്നുമില്ല. തച്ചിട്ടില്ല പറഞ്ഞാൽ തച്ചിട്ടില്ല. അങ്ങനെ തച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് തച്ചിട്ടുണ്ട് തന്നെ. പിന്നെ ഇവള് ഈ ചാപ്പിന് മോലാക്കി ഞാൻ പറഞ്ഞു, ഇജിഞ്ഞ ഓളെ തല്ലാൻ പാടില്ല. ഇപ്പ ഇനി എന്റെ പേരിൽ ഓളെ പേരിൽ ഒരു കേസിന് കേൾക്കാൻ പാടില്ല. ഞാൻ ഇപ്പാന്റെ നല്ല കിട്ടി. ഞാൻ പറഞ്ഞു, ഇനി കേൾക്കൂല, ഇനി ഓള് എന്നെ തല്ലൂല. അതിന്റെ ശേഷം പിന്നെ ഓള് വെച്ചേക്കിന് പകും മനസ്സിലായി, ഇനി തല്ലൂല എന്താ മനസ്സിലായി. അപ്പൊ ഒന്ന് പേടിച്ചിക്കണ്, ഓൾ ഇനി തല്ലൂല എന്തോ ഒപ്പിക്കാനുള്ള പരിപാടി. അപ്പൊ ഞാൻ ഓളും പറഞ്ഞു, ഇനി തല്ലൂലോട്ടോ പറഞ്ഞു. പിന്നെ ഇതേമാതിരി റൂമിൽ ഒക്കെ ഇമ്മ ബാത്റൂമിൽ പോയി, ഇപ്പൊ പള്ളിയേക്ക് പോയി, പുറത്തു പോയി. അതിന്റെ നേരത്ത് ഇവിടെ വന്നുകൊണ്ട് തല്ലുണ്ടാക്കി. അപ്പൊ ഞാൻ വായിലൊക്കെ കൂട്ടിക്കാണ്ട് ചാവി എടുത്ത് പോക്കറ്റ് എടുത്തു. പോക്ക് നന്നാക്കി പൂശാൻ കാണിച്ചു. ഉപ്പാന്റെ തന്നെയാണ്. ഞാൻ എന്റെ ഉപ്പാന്റെ ആ പൗരവിനാണ്ട് ഇന്ന തല നിൽക്കണ്ടായിരുന്നു. അടിച്ചാണ്ടെങ്കിൽ ഇത് ഇറങ്ങിക്കോ, അടിച്ചിട്ടാണ് കാണിച്ചതായിരുന്നു. ആ അടിച്ച് അമർത്തി ഒരു വാർത്താക്കിയാണ് ഇട്ടു. ഈ ആരോട് പറഞ്ഞിട്ടില്ല, ഞാൻ തച്ചിക്കണെന്ന് പറഞ്ഞത് എന്റെ. ഞാൻ തച്ച മേത്ത് വരെ കാണും. ഇതേ ഇത് തെളിവ് കണ്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ പണ്ട് പറയുന്ന അന്നത്തെയൊക്കെ തല്ലിന്റെ ആണെന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തേന്ന് പറയണ്ട, അത്രയും തെളിവുണ്ട്. തെളിവുണ്ട്. ഫുള്ളായിട്ട് ഞാനും ഇതേമാതിരി വയവൊക്കെ എടുത്ത് കണ്ട് തിരിച്ചു കൊണ്ട് അടിച്ചു. അതിതേമായിട്ട് വലിയ മേശ കണ്ട് അതിന്റെ മേത്തേക്ക് മറിച്ചിട്ടോളൂ. അതേ വേറെ ഏട്ട ചവിട്ടൊട്ടിക്കണ്ട ഓളെ നേരത്തെ കൂടെ കണ്ടും മറിച്ചു. അങ്ങനെ പച്ച പഞ്ചറാക്കിട്ടു. നേരത്തെ ചവിട്ടിട്ട് കണ്ട് കുത്തിയാകെ ഏർപ്പാക്കി. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഇന്റെ മേത്തേക്ക് തല്ലാൻ നിൽക്കരുത്, തച്ചത് സാമ്പിളാട്ടോ. ഇനി ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇനി ഇജ് നീച്ച് നടക്കൂല, ഇങ്ങനത്തെ അടിയിൽ ഇജ് നീച്ച് നടക്കൂല കേട്ടോ. ഇങ്ങനത്തെ അടി അടിച്ചു ഞാൻ. പിന്നെ ഉമ്മ വന്നുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെ മുട്ടുണ്ട്. ഇവിടെ തല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിടാറ്. ഇവിടെ നീച്ചാൻ പറ്റാത്ത കുളത്തിൽ അടിച്ചൊരു വാർത്ത ഇട്ടതിന്റെ ശേഷം പറഞ്ഞ് ഭാവിലൊക്കെ തുറന്നിട്ടു. അപ്പൊ മനകൻ തല്ലിട്ടി. എന്തിനാണ് തച്ചിക്കണെന്ന് ചോദിച്ചു. ഞാൻ തച്ചിക്കണ് തന്നു. ഞാൻ തച്ച എങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഇപ്പൊ വന്നു നോക്കാൻ പറ്റി. ചോദിച്ചു, തച്ചിക്കണല്ലോ പറഞ്ഞു. നോക്കാനീ തെളിവില്ല. നോക്കാനേ നോണറിയാണ് നിങ്ങൾ വെറുതെ തോണ്ട. തച്ച മേത്ത് കിടക്കും. ഇങ്ങനെ ഞാൻ തച്ചുണ്ടാവുക. ഇനി ഇനി ഓളെ തല്ലരുതായിരുന്നു. ഞാൻ ഇനി ഓളെ തല്ലും. ഇങ്ങോട്ട് വന്നാൽ മാത്രല്ല, ഇനി ഇന്റെ മേത്തേക്ക് കണ്ണിട്ട് നോക്കിയാ തല്ലും. ഇന്റെ മേത്തേക്ക് ചൂണ്ടിയാ തല്ലും. ഇന്റെ എന്തെങ്കിലും വസ്ത്രങ്ങള് ഒക്കെ അങ്ങനെയൊക്കെ പണിയുണ്ട്. സാധനങ്ങൾ നാസാകൊക്കെ ഇന്റെ എന്തൊരു മുതലുമ്പോ തൊട്ടാലും അടിക്കും ഞാൻ. അങ്ങനെയാണ് ഇന്നത്തെ കാര്യം. പ്രഖ്യാപിച്ചു. അടിക്കുന്ന ഉറപ്പാണ്. എന്റെ കണ്ണ് മേത്തട്ടാൻ പാടില്ല. എന്റെ മേത്തേക്ക് നോക്കിയാൽ നോക്കിയാൽ അടിക്കും ചെയ്യാൻ. ഇഞ്ചിന് നോക്കി കൊണ്ടുപോന്ന്. അപ്പൊ പേടിച്ചു. പേടിച്ചു. ഓളും പേടിച്ചു. ഓള് അടി പിന്നെ അതോടുകൂടി നിന്ന്. അല്ല, ഇത് ഒരു ചെറുപ്പത്തിലാണ് ഈ പേടി ഇങ്ങനെ ഒരു ആത്മീയ അനുഭവമായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ അതിന്റെ ഒരു കാരണങ്ങളാണ്. അപ്പൊ നമുക്ക് ധൈര്യം വന്നു. ഇതൊരു മനസ്സിൽ ധൈര്യം ഒരു ഈ അടി തോന്നാൻ കിട്ടി കഴിഞ്ഞാൽ ആ പേടി മാറി. ചില കാര്യങ്ങൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. ധൈര്യം വരും. അതേമാതിരി ഇപ്പൊ ഇതേമാതിരി ചെക്കന്മാരെ തല്ലിട്ടും ആദ്യ ചെക്കന്മാരെ തന്നെ. അപ്പൊ ഒക്കെ ഇതേമാതിരി ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു,
ഇനി ചെക്കന്മാരെന്നെ തല്ലൂല, നിങ്ങൾ പേടിച്ചണ്ട. ഞാൻ ഓലയും തല്ലൂല, ഓല തിരിച്ച് നമ്മളും തല്ലൂല. അപ്പൊ അതിന് ഞാൻ പണി കാണിച്ചിട്ടുണ്ട്. അതേപോലെ പറഞ്ഞ മാതിരി ചെക്കന്മാരി നല്ല ടച്ച് ഒരു ബൈക്കാക്കി, ഇന്നടി, നാളടി, മറ്റന്നാളടി, എല്ലാ ദിവസവും അടി. അങ്ങനെ അടിയതിന്റെ ദിവസം കുട്ടികളെ മാമിൽ ഇങ്ങനെ അടി. മറ്റേത് ആദ്യം ഇന്ന തല്ലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരിച്ചലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് വെച്ച് ഒരു ബൈക്കാക്കി. പിന്നെ എല്ലാവരും തല്ല അമർന്ന്. എന്നാ ഞാൻ ഈ തല്ലാതെ വെക്കൂലെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മാതിരി തിരിച്ചു തല്ലും. ഇങ്ങോട്ട് വെച്ചാ തിരിച്ചു തല്ലും. പിന്നെ മാത്രല്ല, ചില ആൾക്കാരുടെ തല്ലൊന്നും വേണ്ടില്ല, നോക്കിയാൽ തന്നെ തല്ലും. ആ, ഇന്നെ പറ്റാത്ത ഒരാൾ ഇന്നെ നോക്കാൻ പാടില്ല, അവന്റെ കണ്ണിന്റെ മേലെ തട്ടരുത്. വിരിച്ചിട്ട ആൾക്കാർ എന്നെ നോക്കിയാ അടിച്ചു ഞാൻ എന്നാണ്. അങ്ങനെ ആക്കി. പിന്നെ ചെക്കന്മാരൊക്കെ തല്ലി നിന്നവർ പോയി. ചെക്കന്മാരുടെ തല്ലിന്റെ ഒരു അനുഭവം പറയാൻ പറ്റും. എങ്ങനെയാണ് അതൊക്കെ മൊത്തം പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങള് പ്രേക്ഷകർക്ക് അറിയാനുള്ള അടി കൂടി 10 ആളായി, ഇനി 20 ആളായി, 30 ആളായി. അങ്ങനെ ഇതില് എണ്ണം കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകും. ഒരാളടിക്കും ആദ്യം, പിന്നെ കൂട്ടുകാരെ കൊണ്ട് അടുപ്പിക്കും. അതില് ഒരു കൂട്ടത്തോടെ വന്ന് അടിക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഞങ്ങൾ പള്ളി ഇങ്ങനെ നിൽക്കുക. ഈ പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു 6 വഴി റോഡുണ്ട്. ആ റോഡ് കഴിഞ്ഞാല് കടകളാണ്. അപ്പൊ അതൊക്കെ മലയാളീസിന്റെ ആണ് കടകൾ അവിടെയൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ ഇപ്പാന്റെ ചങ്ങായിമാരുണ്ട് ഈ കടയില്. ഇപ്പാന്റെ ഈ ഹുസൈനാജി എന്നൊരു സുഹൃത്തുണ്ട്. മൂപ്പരിങ്ങനെ നോക്കും. എനിക്കിതിന്റെ തിയറി ഒന്നും അറിയില്ല തല്ലിന്റെ ഒന്നും. ഒരു കരാട്ട അല്ലെങ്കിൽ കളരി അല്ലെങ്കിൽ TV കണ്ടിട്ടോ ഗുസ്തി കണ്ടിട്ടോ എങ്ങനെ തല്ല് അവിടുന്ന് കണ്ടു ചെയ്യില്ല. സിനിമയൊന്നുമില്ല. സിനിമ കണ്ട അന്ന് TV ഒന്നും നമ്മളെടുത്തില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, എത്ര ആള് വന്നാലും പരിചയമൊന്നും ഇല്ലെങ്കിലും ഹുസൈനാജിനെ നോക്കിയിരിക്കും തല്ല്. അപ്പൊ ഇന്റെ തല്ലിന്റെ തെറ്റ് മൂപ്പര് തല്ലിന്റെ ആളാണ്. കരാട്ടി പഠിച്ച ആളാണ്. അപ്പൊ മൂപ്പര് അഞ്ചന്മാരൊക്കെ ഉണ്ട് അവിടെ. ഓരൊക്കെ കരാട്ടി ബാക്ക് ബെൽറ്റിന്റെ ഇന്ത്യന്റെ ഒക്കെ ആൾക്കാരാണ്. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കിക്കാണ്ട് പറഞ്ഞേ, അന്റെ തല്ലേ അന്ന് ഒരു ചെക്കൻ വന്ന് കണ്ടോണ്ട് തല്ലുമ്പോ ജോന്റെ വൈത്താലാണ് മണ്ടും. അപ്പൊ അന്ന് ബാക്ക് കൂടെ അങ്ങനെ മറ്റോൻ തല്ലും. ബാക്ക് എന്നുള്ളവരാണ്. അപ്പൊ ഈ ജോന്റെ വൈത്താലുണ്ട്. അല്ലാതെ 10 ആള് പറഞ്ഞാൽ 10 ആള് ഇജ്ജ് തല്ലുണ്ട്. പക്ഷെ ഇജ്ജ് 10 ആളി ഓരോരോ തല്ലാകണം. പക്ഷെ എല്ലാരും എന്നെ ഓരോരോ തല്ലച്ച എനിക്ക് 10 തല്ലായി. നേർക്ക് നിൽക്കണം, കൊടുക്കരുത്. അത് മൂപ്പര് കണക്കൂട്ടി പറഞ്ഞില്ലേ. 10 ആള് പറഞ്ഞ എനിക്ക് 10 ഓരോരുത്തർ ഓരോ തല്ലച്ച എനിക്ക് 10 തല്ലിട്ടും. ഞാൻ ഓരോരുത്തരോ തല്ലുമ്പോ ഓരോ തല്ലേ ഓരോരുത്തരും കിട്ടണുള്ളൂ. 10 തല്ല് തല്ലിയാലേ ഒരാൾക്ക് ഒരു തല്ല് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനല്ലേ ചെയ്യേണ്ടിയത്. മൂപ്പരിന്റെ മുഖം ഇങ്ങനെ നോക്കിയാണ്ടാണ് ഇതേ ഞാൻ കണ്ണിങ്ങനെ ആക്കിട്ടാ പറയാം. അതിലിജ് എല്ലാരും തല്ലണ്ട. 10 ആള് 20 ആള് എത്ര ആള് വന്നാലും വേണ്ടില്ല. ഇത് എനക്ക് കജ്ജ് ഒതുങ്ങാൻ പറ്റിയ ചെറിയൊരു ഇങ്ങനെ ഇത് കുറിച്ച. എന്നിട്ട് ഈ എല്ലാവർക്കും ഉള്ളത് കൂട്ടിയിട്ട് ബലം താങ്ങിയാണ് കൊടുത്താളാണ്. പേടിക്കാൻ പറ്റില്ല. ഈ ഹുസൈനാജി പറഞ്ഞ ഒരു ഐഡിയ ആണ്. അനക്ക് പിടിച്ച അമരനെ ഒരു ആളെ ചെറിയതിനാലും കുഴപ്പമില്ല, അതിലിട്ട് ചാമ്പ. ഓൻ തന്നീനും ഇവൻ തന്നീനും എല്ലാരും തന്നീനും കൂടി കൂട്ടിയിട്ട് ഇവന് മാത്രം കൊടുത്ത് പഞ്ചറാക്കി അതിനാണ്ട് വിട്ടാളെ. പിന്നെ അന്നെ ഓൻ തല്ലാൻ വരില്ല. ഇനി ഇജ്ജ് മറ്റോനെ തല്ലണമെങ്കിൽ മറ്റോനെ തച്ചോ. ഇത് കഴിഞ്ഞ് ഇജ്ജ് പിറ്റത്തെ ദിവസം വരുമ്പോ ഓനെ കുടിച്ചോ. ഓനെ തല്ല ഫുള്ളാക്കി പഞ്ചറാക്കിയാണ് കൊടുത്ത് ഓനെ മതിന്റെ ശേഷം മറ്റൊരാളെ തല്ലാൻ പാടില്ല. അല്ലാതെ വേറെ ആളെ എന്നെ തച്ച തൊടാൻ പാടില്ല. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞ തീയതി അനുസരിച്ചുള്ള അടിയന്റെ അടിച്ചു. അപ്പൊ പിന്നെ ഇവരെന്താ കാട്ടു വെച്ചാല് അപ്പൊ ഒരു 10 ആളും 20 ആളും 30 ആളൊക്കെ വരൽ തുടങ്ങി തല്ലാൻ. അങ്ങനെ സംഖ്യ 100 ആളൊക്കെ വന്നു. 100 ആളൊക്കെ വരും, 100 കുട്ടികൾ വരും. നാട്ടില് ഒന്നിച്ച് എല്ലാവരും കൂടി ഇളകി വന്നിരുന്നു സംഖ്യ ആൾക്കാര്. അത് ഈ തിയറി വെച്ചിട്ടാണ് നേരിടുന്നത്. ഹുസൈനാജി പറഞ്ഞ തിയറി. ഈ തിയറി ഒക്കെ പാളി. പിന്നെ കാരണം ഇവിടെ ഒരാളെ കുടിച്ചാലും ഇവരെ എല്ലാവരും കൂടി നമ്മളെ കുടിച്ചല്ലേ പുറത്തു വരിക. അതില് പിന്നെ ഞാന് ഓരോരുത്തരോട് ഓരോന്ന് ഞാൻ പറയൽ തുടങ്ങിയാണ്. അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ എന്നോട് പറയുമ്പോ അതേമാതിരി തിരിച്ചാണ്ടും പറയും. ആ പറഞ്ഞ മാതിരി ഞാൻ അങ്ങനെ മോന്തകം കിട്ടുന്നതാണ് കണ്ടെന്നൊക്കെ
ഈ പറഞ്ഞോടത്തിന്റെ കജ്ജ് വീകൽ തുടങ്ങി. കണ്ണിന് കിട്ടുമ്പോ കണ്ണിന് വിചാരിക്കുമ്പോഴേക്കും അടി വീണ് കഴിഞ്ഞു. ആ അല്ല ഞാൻ പറയും പറഞ്ഞപ്പോഴേക്കും അടി വീണ് കഴിഞ്ഞു. പറഞ്ഞിങ്ങനെ അടിച്ചു എന്റെ പണി. കയ്യിനടിക്കും പറയും, അപ്പൊ കയ്യിനടിച്ചാണ്ട് കാലിനടിക്കും, പറഞ്ഞിട്ട് കാലിനടിക്കും, അങ്ങനെ. അപ്പൊ എന്താ ഇത് സംഭവിച്ചത്? പിന്നെന്താ വെച്ചാല് ഇവർക്ക് തടുക്കാൻ പറ്റാത്തൊരു സംഭവത്തിലായി. ഇങ്ങനെ അത്ര സ്പീഡിലാണ് അടി. ആ സ്പീഡിലാണ്. പിന്നെ ഞാൻ പറഞ്ഞടിക്കുമ്പോ ഞാൻ കയ്യിനടിക്കുമെന്ന് പറഞ്ഞാൽ ഇവ ആ കയ്യിൽ പിന്നെ അളക്കൂല. അവൻ സ്തംഭിച്ച് നിൽക്കാണ്, അവിടെ നിൽക്കാണ്, ആ പോസിൽ അങ്ങനെ നിൽക്കുക. കാലിനടിക്കുന്ന ആ കാല് പിന്നെ അപ്പൊ തടുക്കാലോ. പക്ഷെ ഞാൻ പറഞ്ഞാണ് അടിക്കണേ, കാലിനടിക്കട്ടോ, അത് പറഞ്ഞിട്ട് തന്നെ അടിക്കാം. പക്ഷെ കാലനക്കാൻ പറ്റില്ല. അവിടെ നിന്നേരം. അപ്പൊ എനിക്ക് ഇപ്പൊ സ്തംഭന വിദ്യ എന്ന് പറയും. അപ്പൊ എനിക്ക് ഞാൻ തോന്നൽ തുടങ്ങി ഇവൻ ആ പറയുമ്പോ അതിനെ ഇളകാൻ പറ്റാതാവുന്നുണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഞാനത് പിന്നെ ടെസ്റ്റ് ചെയ്തു. ഞാൻ പിന്നെ മൂക്കിനടിക്കട്ടോന്ന് പറഞ്ഞ് മൂക്കിനടിച്ചിട്ട് ഒക്കെ പറഞ്ഞടിക്കണേ. കയ്യിനടിക്കണട്ടോ, കയ്യടിച്ചിട്ട് കാലിനടിക്കട്ടോ പറഞ്ഞു. അപ്പൊ ഇത് ശരിയാവുന്നുണ്ട്. അതുപോലെ അവിടെ നിന്നേരുണ്ട്, നിന്ന് തരികയാണ് അവര് അല്ലേ? തല്ലാൻ വരുന്ന ആള് ഇത്രയും ആളെ നിറച്ച് കുട്ടികളല്ലേ, തല്ലൊന്ന് ഇന്ന ഭാഗത്ത് തല്ലെന്ന് പറയുമ്പോഴേക്കും അവര് അങ്ങനെ നിൽക്കുകയാണ്, നിന്നേരുണ്ട്. അതാണ് സ്തംഭന വിദ്യ. വലിയ യോഗവിദ്യയാണ് അത്. ഒരുത്തന്റെ ബിൽഡിങ്ങിന്റെ മേലെന്ന് അവിടുന്ന് കല്ലിട്ടെന്ന് ചെറിയ കാണിച്ചത്, പല്ലൊക്കെ വെച്ച് കാണിച്ചത്. ഞാൻ പല്ലിനെ കാണിച്ചിട്ട് കല്ലിങ്ങനെ എടുത്തിട്ട് എറിഞ്ഞ് ഇതിങ്ങനെ മേപ്പട്ട് കിട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കല്ലേറ്റ് പല്ലിനെറിയിട്ട് പറഞ്ഞു എറിഞ്ഞു പറഞ്ഞു ഒരൊറ്റ ആ പല്ലാണ് പൊട്ടി. അവിടെ മാറാൻ പോലും പറ്റില്ല, ഇങ്ങനെ നിക്കണേ. ഓ പല്ലാണ് പൊട്ടി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കേസറ്റൊക്കെ വന്ന് ഉപ്പാന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞിരിക്കണല്ലോ, ഞാൻ പല്ലിനെറിന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഇത്രയും ഷാർപ്പായിട്ടാണ് ഉന്നം അല്ലേ? ഓ പല്ലിങ്ങനെ കാണിച്ചത്. അപ്പൊ ഞാനും പല്ലിനെ കാണിച്ചെടുത്ത് ഏറിട്ടോ പറഞ്ഞു, കല്ലിനെ കാണിച്ചെടുത്തിട്ട് എറിഞ്ഞു എറിഞ്ഞ ഒറ്റ ആ പല്ല് അതിനെ കറക്റ്റായിട്ടാണ് പോയിട്ടുണ്ട്. ഓന്റെ ഇമ്മി ഇപ്പി എല്ലാരും കൂടി പറഞ്ഞിരുന്നു ഇതങ്ങനെ ചെയ്തിക്കണോ വെച്ചു. ഞാൻ ചെയ്തിക്കണതാണ്. ഓ പല്ലിന് കാണിച്ചൊന്നും ഞാൻ എറിയട്ടെ വെച്ചു, എറിയാൻ പറഞ്ഞു. ഞാൻ പല്ലിനെ എറിയുന്നതാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തത്. കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഓരോ മുന്നിൽ പിന്നെ 4 പൂസൊക്കെ ചെയ്തു. പക്ഷെ ഈ പറഞ്ഞടി എന്നുള്ളതാണ് അതിന്റെ രസം. ഉള്ളിൽ ഇത് തോതാണ്, അതിനനുസരിച്ച് പവർ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞോടത്തേക്ക് തല്ലാൻ നമ്മള് അതിനെ പറയും ഇന്നത് കാട്ടുന്നത്. പക്ഷെ ഓനായി മാറാൻ കഴിയുന്നില്ല. അവർക്ക് അത് മാറാൻ കഴിയുന്നില്ല. അവിടെ അതാണ് സ്തംഭനം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇതിങ്ങനെ ചെയ്ത് മനസ്സിലായപ്പോ പിന്നെ പറയുന്നു ചെയ്യാതെ തന്നെ കൊടുക്കലുണ്ട്. ഉള്ളില് സങ്കല്പിച്ചാൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാ ഈ തല്ല് കയ്യേറ്റ് കാര്യത്തൊന്നും വേണ്ട. ഇങ്ങനെ വെല്ലങ്ങനെ ഒരു നിരക്കല് വെല്ലങ്ങനെ നിരക്കും പറഞ്ഞാൽ ആള് തെറിച്ചിട്ടുണ്ട്. അത്ര പവറാണ്. നമ്മൾ വാങ്ങി അടിച്ചൊന്നും വേണ്ട. നമ്മളെ ശരീരം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. അത് ഇപ്പോഴും ഇല്ല. പക്ഷെ ഞാൻ വെല്ലങ്ങനെ വെച്ചാൽ മതി, ആള് പറന്നാൾ പോകും. അങ്ങനെ അമാനുഷികമായ പവർ വരികയാണ്. അപ്പൊ എന്താ ഇത് സംഭവിച്ചിട്ട് ഞാൻ പിന്നെയും വേറെ ആളെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഓനും പറക്കുന്നുണ്ട്, മറ്റൊരു ചെയ്ത് ഓനും പറക്കുന്നുണ്ട്. അപ്പൊ 2-3 ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. ആ സംഭവം പിന്നെ അപ്പൊ അവിടുന്നാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് രഹസ്യ സംഭവം അല്ല. അതുകൊണ്ടാണ് ഇത് പരസ്യമായിട്ട് പറയണത്. കാരണം ഇതിന്റെ ഉപ്പാക്കറിയാം, ഇമ്മാക്കറിയാം, പങ്ങന്മാർക്കറിയാം, പിന്നെ ഉപ്പാന്റെ ചങ്ങായിമാര്, ഇപ്പ ഇളാപ്പാര് ഒക്കെ ഗൾഫിലാണ്. ഇളാമാര്, അമ്മായി ഗൾഫിൽ, നമ്മുടെ ഫാമിലി മികവാറും ഗൾഫിലാണ്. ഓർക്കൊക്കെ അറിയാൻ ഒരു സംഭവം നടന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഈ സിദ്ധിയാണെന്ന് പറഞ്ഞു. അതൊന്നല്ല, ഇതിനെ കൊണ്ട് കുടുങ്ങി എല്ലാരും കുടുങ്ങി. സിദ്ധിയായിട്ടല്ല മനസ്സിലായത്. എന്തോ ഒരു എന്ത് വിലാക്കാണെന്ന് വെച്ചിട്ടായിരുന്നു.